അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 65-ാമത്തെ അധ്യായം സൂറത്തു തലാഖിലെ അവസാനത്തെ 2 വചനങ്ങളാണ് ഇന്ന് നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ പ്രസ്തുത അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കർമ്മപരമായ കാര്യങ്ങളിൽ അവൻ സ്വീകരിക്കേണ്ട നിയമങ്ങളാണ് പ്രസ്തുത ആയത്തുകളിൽ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് 11, 12 ആയത്തുകളാണ്. അതിലെ 11-ാമത്തെ ആയത്ത് ആദ്യം നമ്മൾക്ക് വായിക്കുകയും ശേഷം അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥവും തുടർന്ന് വിശദീകരണവും നൽകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. ഇതാണ് ഈ അധ്യായത്തിലെ 1-ാമത്തെ അഥവാ ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ആയത്ത്. കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഒരു ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ബാക്കിയായി ആ ഉത്ബോധനത്തെ സംബന്ധിച്ച് വീണ്ടും ചില കാര്യങ്ങളാണ് പറയുന്നത്. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ല. ആ ദിക്ർ, ആ ഉത്ബോധനം അവന്റെ അള്ളാഹുവിന്റെ ദൂതൻ യത്ലു അലൈക്കും നിങ്ങൾക്ക് അദ്ദേഹം ഓതിത്തരും. ആയാത്തില്ല, അള്ളാഹുവിന്റെ വചനങ്ങളെ. മുബയ്യിനാത്തിൻ, വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ള. അപ്പൊ ഇതാണ് ഈ ആയത്തിലെ 1-ാമത്തെ ഭാഗം. ഇവിടെ അള്ളാഹു പറയുന്നത്, കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു നിങ്ങൾക്കൊരു ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഉത്ബോധനം റസൂലൻ, അള്ളാഹുവിന്റെ ദൂതൻ, യത്ലു അലൈക്കും, അദ്ദേഹം നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കും. ആയാത്തില്ല,
അള്ളാഹുവിൻ്റെ ആ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ മുബയ്യിനാത്തിൻ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിവരിക്കുന്ന ആ വചനങ്ങൾ ദൈവദൂതൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവരിലേക്ക് നേർവഴി കാണിക്കാൻ ഒരു ദൈവദൂതനെ അള്ളാഹു നിയോഗിച്ചു എന്നുള്ളതാണല്ലോ. പൂർവ്വ സമുദായങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നബി തിരുമേനിയുടെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം അതാണ്. ആ ദൈവദൂതൻ അല്ലെങ്കിൽ ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാകുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കുള്ള മാർഗദർശനമായി അള്ളാഹു അദ്ദേഹത്തിലൂടെ അവതരിപ്പിച്ചൊരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് 3-ാം അധ്യായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുകയാണ്, അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എപ്പോൾ? ഇദ് ബഅസ ഫീഹിം, അവരിൽ നിയോഗിച്ച സന്ദർഭം മുതൽ, റസൂലൻ, ഒരു ദൂതന്, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി മനുഷ്യരിലേക്ക് ദൈവദൂതനായി അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന വിശുദ്ധ ഖുർആനുമായി അവതരിപ്പിക്കുകയുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ ആ ദിക്ർ, ഉത്ബോധനം അവതരിപ്പിച്ചു. ആ പ്രവാചകൻ നിയോഗിതനാകുന്ന അവിടം മുതലാണല്ലോ അദ്ദേഹം ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ ദൂതനാകുന്നത്. അവിടെ മുതൽ അദ്ദേഹം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം. ഇദ് ബഅസ ഫീഹിം അഥവാ അവർ, മുബയ്യിനാത്ത് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു അവ്യക്തതയുമില്ല, അതിൽ വൈരുദ്ധ്യങ്ങളില്ല, എല്ലാം കൃത്യമായും വ്യക്തമായും വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥം ഉത്ബോധനമാകുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് ആ വേദഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ ഖുർആനിൽ, ആ ഉത്ബോധനത്തിൽ വൈരുദ്ധ്യങ്ങളില്ല? എന്തുകൊണ്ട് അവയ്ക്ക് ന്യൂനതകളില്ല? എന്തുകൊണ്ട് അവ സമ്പൂർണമാണ്? മനുഷ്യന്റെ സകലമാന മേഖലകളെയും പരാമർശിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ എല്ലാം അതിലുണ്ട്. നിങ്ങളതിന്റെ ആയത്തുകളിൽ പഠനം നടത്തി, ഗവേഷണം നടത്തി നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ ഭൗമ മണ്ഡലങ്ങളുമായിട്ടാകട്ടെ, അതല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളോ അതിന്റെ സൃഷ്ടിപ്പുകളോ, അതല്ലെങ്കിൽ ഭൂമിയിലെ ഇതര ജന്തുജാലങ്ങളെ കുറിച്ചോ, അതല്ലെങ്കിൽ രാവും പകലും ഉണ്ടാകുന്ന പോലെയുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ, എന്തിനെക്കുറിച്ചത് പറഞ്ഞിട്ടുണ്ടോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആകാശത്തു നിന്നും മഴ വർഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞതിലെല്ലാം എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമോ ന്യൂനതയോ, അതങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ആകാശത്തിന്റെ അടുക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ഒരു കാര്യം ചോദിച്ചല്ലോ. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു 7 തട്ടുകളായി, അടുക്കുകളായി അവയെ സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, ഹൽ തറാമിൻ ഫുതൂർ, ആ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, പോരായ്മകളുണ്ടോ? ഫർജിഅ, നീ ഒന്നുകൂടെ നോക്ക് എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യം നോക്കി. അതിനർത്ഥം എന്താ? നിങ്ങൾ ഗവേഷണം നടത്തി വീണ്ടും വീണ്ടും ഗവേഷണം നടത്തി നോക്കുക, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതകളുമുണ്ടോ എന്ന്. സുമർജിഅൽ ബസ്റ കറത്തൈനി, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കുക. പക്ഷേ ഒരു ന്യൂനതയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിന്റെ ആശയങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? അതും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ മനുഷ്യരോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന,
ഈ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ല, അത് അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നാണ് അത് ഇറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു മനുഷ്യന്റെയോ രചനകളോ മറ്റോ ആയിരുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഇന്ന് നിലനിൽക്കുകയാണല്ലോ. ഇനി ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള സകലമാന വിജ്ഞാനങ്ങളിലും എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ? അത് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് മുഹമ്മദ് നബിയുടെ വാക്കുകളേ അല്ല. കാരണം അത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ആ അള്ളാഹുവിന്റെ ഉത്ബോധനം അവൻ നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. ആരിലൂടെ? റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ല, ഒരു ദൂതനിലൂടെ. അപ്പൊ ആ ദൂതന്റേതല്ല ആ വേദഗ്രന്ഥം, മറിച്ചത് അള്ളാഹുവിൻ്റെതാണ്. ആ ദൂതനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ. എന്നിട്ടോ അദ്ദേഹം അത് നിങ്ങൾക്ക് എത്തിച്ചു തരും. യത്ലു അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരും. ആ വ്യക്തമായ ദൈവിക വചനങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹം ഓതി കേൾപ്പിച്ച് വിശദീകരിച്ചു തരും. മുബയ്യിനാത്തിൻ, അത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടതാണ്, വ്യക്തമാക്കപ്പെട്ടതാ. അതെങ്ങനെ വിശദീകരിക്കണം എന്നും ആ പ്രവാചകനെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതിന്റെ അടുത്ത ഭാഗം എന്താ അറിയോ? ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ്സോലിഹാത്തി മിനദ്ദുലുമാത്തി ഇലന്നൂർ. ഇനി എന്തിനാണ് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരുന്നു, നിങ്ങൾക്ക് ദൈവിക വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു? എന്തിനാണത്? ലിയുഖ്രിജല്ലദീന ആമനൂ, അതിൽ വിശ്വസിക്കുന്നവരെ അത് നേർമാർഗത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ. വഅമിലുസ്സോലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ മിനദ്ദുലുമാത്തി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന് നേരായ പ്രകാശമുള്ള പ്രകാശത്തിന്റെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. എന്ത് കൃത്യമായിട്ടാണ് പടച്ചവൻ പ്രവാചകനെയും വേദഗ്രന്ഥത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് അദ്ദേഹം വിശദീകരിച്ചു തരണം. അതുകൊണ്ടൊരു പ്രവാചകനിലൂടെ നാം അത് അവതരിപ്പിച്ചു. അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് നിങ്ങൾക്ക് ഓതിത്തരും, നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. മാത്രമല്ല, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയോ? ലിയുഖ്രിജല്ലദീന ആമനൂ, വിശ്വസിച്ച, അതിൽ വിശ്വസിക്കുകയും വഅമിലുസ്സോലിഹാത്തി, എന്നിട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടാകുമല്ലോ, അവരെ മിനദ്ദുലുമാത്തി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്. ഇവിടെ മിനദ്ദുലുമാത്ത് എന്നത് ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്, പ്ലൂരലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അന്നൂർ എന്നതോ അത് ഏകവചനമായിട്ടാണ്, സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തേ കാരണം? അന്ധകാരങ്ങൾ, വഴികേടുകൾ അനവധിയാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന അനവധി മാർഗങ്ങളുണ്ട്. ആ അനവധി അന്ധകാരങ്ങൾ, അനവധി വഴികേടുകളിൽ നിന്ന് മനുഷ്യരെ എല്ലാം രക്ഷപ്പെടുത്തണം. എന്നിട്ട് എവിടേക്ക് കൊണ്ടുവരണം? ഇലന്നൂർ, സത്യത്തിലേക്ക്. ആ സത്യം ഒന്നേ ഉള്ളൂ, ആ സത്യത്തിന്റെ പ്രകാശം അതൊന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എല്ലാത്തരം അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന് യഥാർത്ഥ ഒരൊറ്റ സത്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ ആണ് അള്ളാഹു ആ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചതും പ്രവാചകനെ പറഞ്ഞയച്ചതും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, യത്ലു അലൈഹിം ആയാതിഹി, അദ്ദേഹം അവർക്ക് അത് ഓതിക്കൊടുക്കും. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യും. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അറിവും വേദവും അവരെ പഠിപ്പിക്കുകയും ചെയ്യും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, കാരണം എന്താ അറിയോ? അവർ നേരത്തെ വലിയ വഴികേടിലായിരുന്നു, നേരത്തെ പറഞ്ഞ ളുലുമാത്തിലായിരുന്നു, അന്ധകാരങ്ങളിലായിരുന്നു. ഇനി അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഉത്ബോധനം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പടച്ചവനിവിടെ പറയുന്ന കാര്യം. വളരെ കൃത്യമായി അള്ളാഹു ഈ ആയത്ത് വിശദീകരിച്ചു തരും കേട്ടോ. അതിനുശേഷം വീണ്ടും അള്ളാഹു പറയാണ്, وَمَنْ يُؤْمِنْ بِاللَّهِ وَيَعْمَلْ صَالِحًا يُدْخِلْهُ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا أَبَدًا
ഇവിടെ എന്താ അള്ളാഹു പറയുന്നത്? അവിടെ അള്ളാഹു പറയുന്നത് ഇങ്ങനെ അവർ നേരായ മാർഗത്തിലേക്ക് അവർ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്രകാശത്തിലേക്ക്, സത്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് അതിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുദ്ഖിൽഹു അവരെ അവൻ പ്രവേശിപ്പിക്കും, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും ജന്നാത്തിൻ സ്വർഗത്തോപ്പുകളിൽ, തജ്രി അവിടെ ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹ ആ സ്വർഗത്തോപ്പുകൾക്ക് അടിഭാഗത്തിലൂടെ, അൽ അൻഹാർ നദികൾ, അരുവികൾ, ഖാലിദീന ഫിഹ ആ സ്വർഗത്തോപ്പുകളിൽ അവർ നിത്യവാസികളായിരിക്കും. അബദ എന്ന് പറഞ്ഞാൽ എന്നെന്നും അവരതിലായിരിക്കും. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. നമുക്കറിയാം, മനുഷ്യനെ ആസ്വദിപ്പിക്കാവുന്ന, അവനെ ആകർഷിപ്പിക്കാവുന്ന രൂപത്തിൽ അവരെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആസ്വാദന സങ്കേതമാകുന്ന സ്വർഗത്തോപ്പുകളെ കുറിച്ച് പടച്ചവൻ ഈ ഒരു പ്രയോഗം പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്, ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അറിയോ? മനുഷ്യനെ ആ നിത്യശാശ്വതമായ ആസ്വാദനത്തിന്റെയും ആനന്ദത്തിന്റെയും സങ്കേത ലോകത്തിലേക്ക് അവനെ അള്ളാഹു ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലൂടെ, അത് വിശദീകരിക്കുന്ന മാർഗത്തിലൂടെ ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവർ പോകണം. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തോപ്പുകളിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയും എന്ന് മാത്രമല്ല, അത് ഏതെങ്കിലും ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ളതല്ല, മറിച്ച് നിത്യമായ, അനശ്വരമായ, അനന്തമായ ജീവിതത്തെ, ആ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന സ്വർഗലോകം. അതാണ് ഖുർആൻ പറയുന്നത്. ഇനി അവിടെ അവന് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളോ, ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, അവിടുത്തെ ഉപജീവനം അള്ളാഹു അവന് നന്നാക്കി കൊടുക്കും. അവിടുത്തെ ഉപജീവനം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പെടും. അതാണ് ഖുർആൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ആ പ്രയോഗം. കാരണം എന്താ അറിയോ? സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഒക്കെ പരസ്പരം ചേർത്തിയാണ് ഖുർആൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേവലം വിശ്വാസം പോരാ, മനുഷ്യന്റെ ജീവിതം ആ വിശ്വാസത്തിന് അനുഗുണമായ രൂപത്തിൽ അവൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഏകദേശം 70-ലധികം സ്ഥലങ്ങളിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനിനെയും അമലു സ്വാലിഹാത്തിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എന്തായിരുന്നാലും ഈമാനും അമലു സ്വാലിഹാത്തും ചേർത്തി പറഞ്ഞ അനവധി സ്ഥലങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനർത്ഥം എന്താ അറിയോ? വിശ്വാസവും സൽക്കർമ്മങ്ങളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെയാണ്. അതിൽ ഏതെങ്കിലും ഒരു വശം മാത്രമാണ് ആ നാണയത്തിന് ഉള്ളുവെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് എന്ന് നമുക്കറിയാം. രണ്ടു വശങ്ങളും ശരിയായ രൂപത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ നാണയം നമുക്ക് ഉപയോഗപ്പെടുക. അതുപോലെ തന്നെയാണ് വിശ്വാസവും സൽക്കർമ്മങ്ങളും. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, കേവലം വിശ്വാസം മാത്രം പോരാ, വിശ്വാസവും ലിയുഖ്രിജല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. വീണ്ടും ആവർത്തിച്ചു പറയട്ടോ, ഒരേ ആയത്തിൽ തന്നെ, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വയഅമൽ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് ലഭിക്കാനിരിക്കുന്ന ഈ സ്വർഗത്തോപ്പുകളെ കുറിച്ചാണ് പടച്ചവൻ പറയുന്നത്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സ്വർഗത്തോപ്പുകളിലൂടെ പ്രവേശനബന്ധമായ കാര്യങ്ങൾ പരാമർശിച്ച സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? ഖാലിദീന ഫിഹ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിയ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ എത്തിയാൽ തന്നെ ആ സ്വർഗത്തിലെ കുറഞ്ഞ ഏതാനും നിമിഷത്തെ ഈ ലോകത്ത് അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ എത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്ത്? സദ്ദിദു വഖാരിബു, നിങ്ങൾ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളുടെ ഈ അമല് കൊണ്ട് മാത്രം ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, നിങ്ങൾക്കും എത്താൻ കഴിയില്ലേ നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്കും കഴിയില്ല. വല അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിൻഹു വഫളിഹി,
അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ഔദാര്യവും എന്നെ വലയം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, എനിക്കുണ്ടായിരുന്നില്ല എങ്കിൽ എനിക്കും അവിടേക്ക് എത്താൻ കഴിയില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്വർഗം. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു ഫളില്, അവന്റെ ഒരു ഔദാര്യവും അവന്റെ കാരുണ്യവും ഉണ്ടെങ്കിലാണ് നമുക്കത് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഞാൻ ഇപ്പൊ 5 നേരത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്, റമദാനിൽ ഒറ്റ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും എന്ന ഒരു ധാരണയോടെ ഇരിക്കുന്നത് തെറ്റാണ്. കാരണം എന്താ, നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നിഅമത്തുകൾ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ സ്വർഗലോകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യുക, സുന്നത്തായ കർമ്മങ്ങൾ കൂടെ. എന്നാലും നമുക്ക് എന്തു വേണം? അള്ളാഹുവിന്റെ ഫദലും അവന്റെ റഹ്മത്തും നമുക്ക് ആവശ്യമാണ്. എങ്കിലാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക. മാത്രമല്ല അള്ളാഹു പറയാട്ടോ, ഖദ് അഹ്സന അല്ലാഹു ലഹു റിസ്ഖ. അവിടെ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? അവന് യാതൊന്നും ഭയപ്പെടാനില്ല. അവന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ സ്വർഗത്തിൽ അവന് ലഭിക്കും. അവിടെ ഇന്നത് എന്നതൊന്നില്ല, അല്ലെങ്കിൽ ഇന്ന വസ്തു അവിടെ ഇല്ല എന്നൊന്നില്ല, എല്ലാം അവിടെയുണ്ട്. എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതവിടെ അവന് നൽകപ്പെടും. അപ്പം സ്വർഗത്തിലെ ഉപജീവനമാണ് ഈ പറയുന്നതെല്ലാം. അതിലെ ആനന്ദവും അതുപോലെ തന്നെ അതിലെ അവന് നൽകപ്പെടുന്ന പാനീയങ്ങളും ഭക്ഷണങ്ങളും എല്ലാറ്റിനെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വചനം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സ്വർഗത്തിൽ മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ കുല്ലമാ റുസ്ഖൂ മിൻഹാ മിൻ സമറത്തിൻ ഖാലൂ ഹാദാ അല്ലദീ റുസ്ഖനാ മിൻ ഖബൽ. അവന് ഭക്ഷിക്കാൻ വല്ല പഴങ്ങളോ മറ്റൊക്കെ അവന് നൽകപ്പെടുമ്പോ അവൻ പറയും, ഇതെന്നെ പോലത്തെ അല്ല ഞങ്ങൾ ഇന്നലെ ഭക്ഷിച്ചത് എന്ന്. യഥാർത്ഥത്തിൽ എന്താ? അതേ സാദൃശ്യമായതാണ്. പുതിയ പുതിയ പഴങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവന് നൽകപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു പറയാട്ടോ, അത് ആ സ്വർഗത്തിൽ ഓരോ മനുഷ്യനും എന്താണോ അവന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് അത് അവൻ അവിടെ നൽകപ്പെടും. പിന്നെ അവിടെ ഇന്നതുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. അവന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് അവിടെ ലഭ്യമാകുമെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ വായിച്ച 11ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ വേദഗ്രന്ഥം അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അവിടെ നമ്മൾ ശാശ്വതരായിരിക്കും. അവിടെ നല്ല ഉപജീവനവും നൽകപ്പെടും. അതിനുശേഷം അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അള്ളാഹു ഇത്രയും ആളുകളൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പടച്ചവന് കഴിയോ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുമല്ലോ. അപ്പൊ ആളുകൾക്ക് ആ തെറ്റായ ധാരണ തിരുത്താന്, കാരണം എന്താ, അവൻ അധിവസിക്കുന്ന ഭൂമി, അവൻ കാണുന്ന ആകാശം, ഇനി കാണാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ സൃഷ്ടിച്ചത് പടച്ചവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സ്വർഗലോകം അവന് നിർമ്മിച്ച് അവന് സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 12ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്? അല്ലാഹുല്ലദീ ഖലഖസ് സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. ഇവിടെ പറയുന്നത് എന്താ? അല്ലാഹുല്ലദീ ഖലഖസ് സബ്അ സമാവാത്. അല്ലാഹു അവനാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ. വമിനൽ അർളി മിസ്ലഹുൻ, അതേപോലെ തന്നെ ഭൂമി അത്രത്തോളം ഭൂമിയും എന്ന് പറഞ്ഞാൽ അതുപോലെ ഭൂമികളുമുണ്ട്. അപ്പൊ 7 ആകാശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്, 7 ആകാശങ്ങളുടെ കാര്യം. എന്നാൽ 7 ഭൂമികളുടെ കാര്യം കൂടുതലായിട്ട് പരാമർശങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, അതിന് തത്തുല്യമായ ഭൂമികളും അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഹദീസുകളിൽ ധാരാളമായി 7 ഭൂമികളെ കുറിച്ച് പല സ്ഥലങ്ങളിലായി പറയുന്നുമുണ്ട്. അപ്പൊ 7 ആകാശങ്ങൾ എന്ന് ഖുർആനിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ 7 ആകാശങ്ങൾ എങ്ങനെയുള്ളതാണ്, അതിന്റെ സൃഷ്ടിപ്പ് ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. പടച്ചവനാണല്ലോ നമ്മൾ കാണുന്ന ആകാശത്തെയും സൃഷ്ടിച്ചത്.
അതിനെക്കുറിച്ച് പോലും നമുക്ക് കൂടുതലായി ഒന്നും അറിയില്ലല്ലോ. പിന്നെ അവന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ എന്തിനാ ശങ്കിക്കുന്നത്? അതുപോലെ 7 ആകാശങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റ് 6 എണ്ണമുണ്ട് എന്ന് പറയുമ്പം അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യവും. ഭൂമി 7 ഉണ്ട് എന്നത് ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച മിഥിലഹുന്ന എന്ന് പറഞ്ഞല്ലോ, 7 ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം മിഥിലഹുന്ന തത്തുല്യമായ ഭൂമിയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക. ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങളുണ്ട്. മറ്റ് വിശദീകരണങ്ങളൊന്നും നമുക്കതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ ശാസ്ത്രീയമായ ഈ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ശാസ്ത്രത്തിന് അതത് കാലത്ത് ലഭിക്കുന്ന അറിവനുസരിച്ച് നമുക്ക് ഖുർആനെ വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അവന് എത്രയോ വർഷങ്ങൾക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചു തന്നതാ. ഈ ആകാശങ്ങളെയും ഭൂമി അവനാണ് സൃഷ്ടിച്ചത് എന്നും അവയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് എന്താ? മനുഷ്യന്റെ ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പര്യവേഷണങ്ങൾക്കും ഒക്കെ വളരെ കുറഞ്ഞ കാലത്തെ ആയുസേ ഉള്ളൂല്ലോ. ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഈ ഗവേഷണങ്ങളൊക്കെ തുടങ്ങിയത്, മനുഷ്യൻ ഇങ്ങനെയുള്ള പുരോഗതിയിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അവന്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും അത് പുരോഗമിക്കുന്നതിനനുസരിച്ച് നേരത്തെ അള്ളാഹു ഇവിടെ സംവിധാനിച്ച് സൃഷ്ടിച്ചു വെച്ച രഹസ്യങ്ങളെ അവൻ കണ്ടെത്തുന്നു എന്നത് മാത്രമാണ്. അതിനർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ഈ 7 ആകാശങ്ങളെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? അവൻ കാണുന്ന ഒന്നാമത്തെ ആകാശം ഉണ്ടല്ലോ, ഈ ദുന്യാവിനോട് ചേർന്ന് കിടക്കുന്ന ആ ആകാശത്തിന്റെ പൂർണ്ണമായ രഹസ്യങ്ങൾ പോലും മനുഷ്യന് കണ്ടെത്താനായിട്ടില്ല. വളരെ കുറഞ്ഞൊരു അംശം മാത്രമേ ഇത്രയും പുരോഗമിച്ച മനുഷ്യന് അറിയുകയുള്ളൂ, അവൻ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ചിന്തകൾക്കും ആലോചനകൾക്കും എത്രയോ അപ്പുറമാണ് അള്ളാഹുവിന്റെ കഴിവും അവന്റെ സൃഷ്ടിപ്പിന്റെ ആ കാര്യങ്ങളും എന്നൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എപ്രകാരമാണ് എന്നൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്രകാരം തന്നെയാണ് 7 ഭൂമികളെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ വിശ്വസിക്കുക. മാത്രമല്ല അള്ളാഹു ഇതൊക്കെ പറയുന്നത് എന്തിനറിയോ? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കാരണം എന്താ അറിയോ? മനുഷ്യന്, നിസാരനായ മനുഷ്യൻ ഇത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യൻ ഇവിടെ ഈ ഭൂമിയിൽ പോലും ശാശ്വതനായി അവന്റെ ജീവിതത്തെ നിലനിർത്താൻ അവന് സാധ്യമല്ലല്ലോ. അപ്പൊ മനുഷ്യൻ നിസാരമാൻ, അവനെ അള്ളാഹു വിളിക്കുമ്പോൾ ആ പടച്ചവനിലേക്ക് അവൻ തിരിച്ചു പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് യുക്തിഭദ്രമായ, ബുദ്ധിപരമായ, ലോജിക്കായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? തന്നെ സൃഷ്ടിച്ച, തനിക്ക് ജീവിക്കാൻ ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച, ഇതിലെ അന്തരീക്ഷത്തെ നമുക്ക് ജീവിക്കാൻ അനുഗുണമായ രൂപത്തിൽ സംവിധാനിച്ച ആ പടച്ചവനിൽ വിശ്വസിക്കുക എന്നതും അവൻ തിരിച്ചു വിളിക്കുമ്പോൾ അവനിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നതും മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്ന എന്താ അറിയോ? വഅന്നല്ലാഹ ഖദ് അഹാത്ത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു എല്ലാം ചൂഴ്ന്നറിയുന്ന അത്രയും വലിയ അറിവുള്ളവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സർവമാന കാര്യങ്ങളെക്കുറിച്ചും ഇത് നടക്കുന്ന രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയും. കാരണം എന്താ? അവനാണ് ഇത് സൃഷ്ടിച്ചത്. അപ്പൊ ഈ ആയത്ത്, ഈ അധ്യായം, ഈ 65-ാമത്തെ അധ്യായം ആദ്യം കുറെ കർമ്മപരമായ മനുഷ്യ ജീവിതത്തിലെ വൈവാഹികമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ തന്നെ അവസാനത്തിൽ അതൊന്നുമല്ല ഏറ്റവും മൗലികമായിട്ടുള്ളത്, മറിച്ച് മനുഷ്യൻ അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിച്ച് അവന്റെ പരലോകത്തിൽ വിശ്വസിച്ച് ജീവിക്കലാണ്. അങ്ങനെ ആകുമ്പോഴാണ് അവന്റെ ജീവിതത്തിലെ കർമ്മപരമായ കാര്യങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും മറ്റു എല്ലാ മേഖലകളിലും അവന് സൂക്ഷ്മത പാലിക്കാൻ കഴിയൂ എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ അധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ആ രൂപത്തിൽ നമുക്ക് ഈ വചനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.